കാത്തിരിപ്പിച്ചതിന് ശേഷം ന്യൂസിനെയും മോനുടനെയും ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം മുത്തുമണീസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ പൊന്നൂസിൻ്റെയും മോനുട്ടൻ്റെ ഒരു വലിയ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോവാണേ. ഒന്നാമതായിട്ട് അവർക്ക് ഫ്ലൈറ്റിൽ കയറണം. അപ്പോൾ വലിയൊരു ട്രിപ്പ് അല്ലെങ്കിലും പൊന്നൂസിനെയും മോനുട്ടനെ ഹാപ്പി ആക്കാൻ പറ്റിയൊരു ട്രിപ്പാണ് കേട്ടോ. കുറേ നാൾ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ഥലം എവിടെയാണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് പൊന്നൂസും മോനുട്ടൻ ഭയങ്കര ആഗ്രഹിച്ചു, അമ്മ ഇവിടെ പോകണമെന്നേ. അന്ന് മുതൽ അണ്ണം പറയാണ് നമ്മുടെ മക്കളെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണമെന്നേ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ വരുന്ന പൈസ മുഴുവൻ നമ്മൾ വീട് പണിക്കായിട്ട് ചിലവിടും. അപ്പോൾ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു യാത്രയായിരുന്നു. ഇവിടെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുഞ്ഞുങ്ങളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളെന്ന്. പൊന്നൂസ് മൗണ്ടനും കലണ്ടറിൽ മാർക്ക് ചെയ്തിടുമായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ തലേ ദിവസം തന്നെ എറണാകുളത്ത് ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ 8:05 ഫ്ലൈറ്റ്. നമുക്ക് എന്തായാലും പുനലൂന്ന് വരെ 5 മണിക്കൂർ എടുക്കും. അപ്പോൾ തലേന്നേ നമ്മൾ ഹോട്ടലിൽ വന്ന് റൂം എടുത്തു. അപ്പോൾ രാവിലെ അണ്ണൻ ടാക്സിയുടെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് താഴെ റിസപ്ഷനിൽ വേണ്ടി പോയതാണ്. അപ്പോൾ പൊന്നൂസ് മൗണ്ടന് നല്ല ഉറക്കമാണ്. സമയം ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. ഞാനും കുളിച്ചു ഒരുങ്ങി. അപ്പോഴത്തേക്കും അണ്ണൻ ടാക്സിക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി. നമ്മുടെ കാർ എടുത്തിട്ട് വന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാർ കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ 2-3-4 ദിവസം കഴിഞ്ഞല്ലേ വരൂ. അതുവരെ നമ്മൾ എയർപോർട്ടിൽ ഇല്ലെങ്കിൽ ഇടണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ വന്നില്ല. നമ്മളൊരു ടാക്സി വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ദേ മോനൂട്ടനും പൊന്നൂസിനും അഥവാ വിശന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കീസ്, ഫ്രൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു. പിന്നെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ടർക്കി കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ, പിന്നെ മോനൂട്ടൻ്റെ മാസ്ക്, തൊപ്പി അതൊക്കെ വെച്ചു. അങ്ങനെ പൊന്നൂസിനെയും മോനൂട്ടനെയും എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് കുട്ടപ്പിയാക്കി ഞങ്ങൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പൊന്നൂസും മോണ്ടനും ഭയങ്കര സന്തോഷത്തിലാണോ? എന്തോക്കിനാ മോനോട്ടെ പ്ലെയിനിൽ കയറാനാ മതിയെന്ന്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല രണ്ടുപേരും, സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു. അണ്ണൻ വണ്ടി ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ പോയി കേട്ടോ. ഇപ്പോൾ വരും. അങ്ങനെ ദേ ഉന്തുവണ്ടി ഉന്തിക്കൊണ്ട് വരുവാണ് ശാഖാന്ന്. പൊന്നൂസും മോനൂട്ടനും ഭയങ്കര സന്തോഷം. എടുത്ത് വെച്ചു അണ്ണൻ ഭയങ്കര സംശയമാണ് 16 വട്ടം. മോനുകുട്ടൻ പൊന്നുൻ്റെ വീഡിയോ എടുത്തോ. നമ്മൾ ഫ്ലൈറ്റിൻ്റെ പേര് തപ്പി പോവാട്ടോ. എടുക്കാം. ഈ പൊന്നുൻ്റെ ചാനലിൽ പൊന്നിന് വീഡിയോ ഇട്ട് കൊടുക്കട്ടെ. പ്ലെയിനിൽ കയറാൻ പോവാ. പൊന്നൂസിനെയും മോനുടനെയും ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം സഹിച്ചിരിക്കുന്നു. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ പൊന്നൂസ് മോണ്ടൻ ഉറങ്ങിയില്ല കേട്ടോ. അമ്മ സമയം എത്രയായി 12 മണിക്കൊക്കെ ചോദിക്കായിരുന്നു സമയം എത്രയായി. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അണ്ണൻ പറയും, അണ്ണൻ സൗദി പോകുമ്പോൾ ഈ ഫ്ലൈറ്റ് അല്ലല്ലോ, ഇത് സാധാ ലോക്കൽ ഫ്ലൈറ്റ് അല്ലേ, അണ്ണൻ പോകുന്നത് ഡബിൾ നിലയൊക്കെ ഉള്ളതാണെന്നൊക്കെ കഥ പറഞ്ഞു കൊടുക്കും പൊന്നൂസിനും മോണ്ടനും. അതുകൊണ്ട് ഭയങ്കര സ്വപ്നം കാണലൊക്കെ ആയിരുന്നു. ഞാനും പൊന്നൂസും ഒരുമിച്ചിരുന്നു, അണ്ണനും മോനുക്കുട്ടനും ഒരുമിച്ചിരുന്നു. രണ്ടുപേര് ഇരിക്കുന്ന സീറ്റായിരുന്നു കേട്ടോ. അവരെന്തായാലും ഭയങ്കര സന്തോഷം. അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയത് എനിക്കും അണ്ണനും ഭയങ്കര സന്തോഷം. നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. മക്കളെ മോനോട്ട് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. എങ്ങനെയുണ്ട് മോനെ? കൊള്ളാമോ? ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ ഫ്ലൈറ്റിൽ കയറുന്നത്. പൊന്നൂസിനെ മോനോട്ടനെ പോലെ ഭയങ്കര സന്തോഷവും ഭയങ്കര ആകാംക്ഷയും എനിക്കുണ്ടായിരുന്നു. അത്തായും പ്രവാസിയാണ്, ഭർത്താവും പ്രവാസിയായിരുന്നു. എന്നാലും ഇതുവരെയും ഞാനും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനും കയറുന്നത്. പൊന്നൂസിനെ മോട്ടൻ്റെയും മുഖത്തെ ചിരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇഷ്ടപ്പെട്ടോ? നമുക്കിനി വലിയ വിമാനത്തിൽ കയറാം കേട്ടോ.
കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്യൂസ് പോയി കേട്ടോ. കാരണം വെച്ചാൽ ചെവിയൊക്കെ ഊതി അടച്ച് തല പെട്ടെന്നൊന്ന് കറങ്ങി. അണ്ണൻ പറഞ്ഞു അത് അങ്ങനെയാണ്, മേളിലോട്ട് ചെല്ലുമ്പോൾ അങ്ങനെയാണ്, ഇപ്പം ശരിയാവുന്നു. പിന്നെ പൊന്നൂസ് മൗണ്ടനും കളിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ചിരുന്നു. അണ്ണൻ ആ സമയം എൻ്റെ അടുത്ത് വന്നിരുന്നു, ഞങ്ങൾ കൊച്ചിർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കടലിൻ്റെ കളറ് മാറി. ഇപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിത്തുടങ്ങിയത്. ഭയങ്കര സന്തോഷം. പൊന്നൂസും മോനൂട്ടനും ഇങ്ങനെ മേളിൽ ഇരുന്ന് കാണിച്ചു കൊടുക്കാൻ, മക്കളെ നോക്ക് കടൽ നോക്ക്. അപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി. ഇവർക്ക് ഈ ബീച്ചിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ വരാനുള്ള കാരണം. അങ്ങനെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ എത്തി മുത്തുമണി. അങ്ങനെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ എത്തി ഫ്രണ്ട്സ്. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പാണ്. എന്താണ് മക്കളെ സംശയം? നടന്നു പോ ഫ്രണ്ടിൽ. ഇത് ഭയങ്കര വെയിലാട്ടോ, വിചാരിക്കുന്നതല്ല. ഭയങ്കര സന്തോഷം. ഭയങ്കര വെയിലാട്ടോ, കാലത്ത് കരിവേളി. നമ്മുടെ എറണാകുളത്ത് നിന്ന് ഇത്രയും ചൂടില്ല. വരുമ്പോ മഴ പെയ്യല്ലേ പെയ്യല്ലേ എന്നായിരുന്നു പ്രാർത്ഥന. നാട്ടില് മഴ പെയ്യല്ലേ, ടൂർ കുളമാവുന്നായിരുന്നു. ഇവിടെ ഒന്ന് ഭയങ്കര വെയിൽ. അങ്ങനെ ദേ നമ്മള് റൂമിൽ വന്ന് കണ്ട് പൊന്നൂസ് ഭയങ്കര ഇത് എത്രാമത്തെ തൊട്ടാ പറയുന്നത് അറിയാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാമേ. കൊള്ളാം കേട്ടോ. ഇതാണ് റൂം. ജഗ് വെച്ചിട്ടുണ്ട്. പിന്നെ അലമാര. പിന്നെ ഇതേ നമുക്കൊരു ഫാമിലി കൂടി നമുക്ക് 4 പേരും കിടക്കാൻ ഇത് വേണമല്ലോ. മോനോട്ടം വന്നപ്പോഴേ അരിച്ചു പറക്കലും ബഹളവും എന്നത്തെ ഇത്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്, വാഷ് ബേസിൻ ഉണ്ട്, ബാത്റൂം. കുഴപ്പമില്ല, നമുക്കിത് മതി. കൊള്ളാം, നല്ല പൊന്നൊന്നും ഇളക്കല്ലേ. ഇനി വിശന്ന് വലഞ്ഞിരിക്കുവാണ് ഫ്രണ്ട്സ്. ഇനി എന്തെങ്കിലും കഴിക്കണം, എന്നിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. യോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നു. മാംഗോ ജ്യൂസ് ആയിരുന്നു കേട്ടോ. പക്ഷേ പൊന്നൂസിനും മോനൂട്ടനും ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയതല്ലേ, സമയം 1:30 നമുക്ക് ഫുഡ് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ തൊട്ടടുത്ത് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുത്തെ പള്ളിയുടെ ചോറ് കൊടുക്കുന്നു, പള്ളിച്ചോറ് നേർച്ച, നബിദിനത്തിൻ്റെയൊക്കെ നേർച്ച ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെയും വിളിച്ച് കയറ്റി. എന്തോ ഒരു സ്നേഹമുള്ള ആൾക്കാരാണ്, ഭയങ്കര സന്തോഷം കേട്ടോ. അവരുടെ ഒരു ചിരിയിൽ തന്നെ ഉണ്ട് ഒരു സ്നേഹം. അങ്ങനെ നമുക്ക് നല്ല നെയ്ച്ചോറും ബീഫ് കറിയും തന്നു, നല്ല രുചിയായിരുന്നു കേട്ടോ. അങ്ങനെ വയറ് നിറച്ച് കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ പോയതെന്ന് വെച്ചാൽ ഈ മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ. പഴയ വള്ളങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്ന മ്യൂസിയം, അതൊക്കെ ഒന്ന് ഓടിച്ച് കണ്ടു കേട്ടോ. കുറച്ച് സാധനങ്ങളെ ഉള്ളായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് മ്യൂസിയം പോലൊന്നും അല്ല കേട്ടോ, അതിൻ്റെ 1% പോലും ഇല്ല കേട്ടോ. ഒരു കുഞ്ഞൊരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു മ്യൂസിയം. അതൊന്ന് ഓടിച്ച് നടന്ന് കണ്ടു, അത്രയേ ഉള്ളൂ. പണ്ടത്തെ ആൾക്കാരിട്ട കുപ്പായം, പിന്നെ ഇതുപോലെ ആട്ട് തൊട്ടിലൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ആടി നോക്കി. പണ്ടത്തെ ആൾക്കാർ മാത്രമല്ല, നമുക്കൊന്ന് ആടി നോക്കാം, ഒരു സന്തോഷം. അങ്ങനെ ഞാനും കുറച്ച് നേരം ആടി. അവിടെ ഞാൻ സെൽഫി സ്റ്റിക്കും കൊണ്ടാണ് പോയത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ വേറൊരാളുടെ സഹായം വേണ്ടല്ലോ. അവിടോട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ട് നേരെ അങ്ങ് വീഡിയോ എടുത്താൽ മതി. കൊള്ളാവോ? നമ്മുടെ സാധാ ഉള്ളിവിടെയാണോ? കൊള്ളല്ലയോ? കുഴപ്പമില്ല. ചായ കുടിച്ചിട്ട് തൊട്ടടുത്തായിട്ട് ഒരു ബീച്ചുണ്ട്. അപ്പോൾ അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ നാട്. സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞു റോഡാണ് കേട്ടോ. ഒരു വണ്ടിക്ക് പോകാൻ പറ്റിയതുള്ളൂ. ഇവിടെ ബസ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതാ ഈ ചെറിയ വാൻ പോലത്തെ വണ്ടിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞു റോഡ് തന്നെ അവർക്ക് ധാരാളമാണ് കേട്ടോ. പിന്നെ എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു പുഞ്ചിരിയാണ്. ഓഫീസ് അല്ല, കളക്ടറുടെ ഓഫീസ്. ബീച്ച് അവിടെ പോയി നോക്കാം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇവിടെ കുറെ സാധാ ബീച്ചാണ്. ലക്ഷദ്വീപ് ബീച്ചും ദ്വീപും ബീച്ചും തമ്മിൽ ഒരുമിച്ചാണ് കേട്ടോ, നടുക്കത്തെ ഭാഗത്തിലല്ലേ. നമ്മുടെ
കടലിന്റെ നടുക്കൊക്കെ ഇന്ന് പോയി കുളിക്കും കേട്ടോ. ഇവിടെ നമ്മുടെ കൊല്ലം ബീച്ചിലെയും അതുപോലെ ട്രിവാൻഡ്രത്തെ ബീച്ചിലെ മണ്ണല്ല കേട്ടോ, അത് തരിതരി മണലല്ലേ, ഇത് ഒരു വ്യത്യസ്തമായ മണലാണ് കേട്ടോ. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ അറിയത്തില്ല, വീഡിയോയിലൊക്കെ കാണുന്ന അതേ ഭംഗി ഈ കടലിനുണ്ട് കേട്ടോ. പൊന്നൂസും മോനൂട്ടനും കുളിച്ചപ്പോൾ വെള്ളം വന്നെന്ന്. എന്തായാലും പൊന്നൂസിനും മോനൂട്ടനും ഇഷ്ടമായി. മോനൂട്ടൻ ഇഷ്ടമായ ബീച്ച്. കാരണം കൊല്ലം ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇറക്കത്തില്ലല്ലോ, കാരണം ഇതെന്ന് പറഞ്ഞാൽ അടി കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ കൊല്ലം ബീച്ച് അണ്ണ ഇറക്കത്തില്ല, അതുപോലെ അപകട മേഖലയെന്നൊക്കെ എഴുതി നമുക്ക് പേടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് അടിയിൽ എന്താണ് സംഭവം എന്ന് കാണാം, അതുകൊണ്ട് പേടിയില്ല. ദേ അപ്പോഴാണ് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നത്. ഇത്ത നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. ഇത്തയുടെ മോളാണ് നമ്മളെ കണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം വന്ന് സംസാരിച്ചു. അപ്പോൾ പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ എന്നോട് വന്ന് സംസാരിക്കാൻ നാണമാണെന്നേ, അതുകൊണ്ട് ഇത്ത കൂട്ട് വന്നതാണ്. ഭയങ്കര സന്തോഷം. ഇവിടെയും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബീച്ചിൽ നിന്നിട്ട് പിന്നെ അടുത്ത സ്ഥലത്തോട്ടാണ് പോയത്. കാരണം വെച്ചാൽ ഇരുട്ടുന്നതിന് മുമ്പ് ഇതൊക്കെ കണ്ട് തീരണ്ടേ നമ്മൾ. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞു, കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും വൈകുന്നേരങ്ങളിൽ ഇവിടെ ഉള്ളവരൊക്കെ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അതിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ഇല്ലേ, അവരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ വന്നിങ്ങനെ വട്ടത്തിലിരുന്ന് സംസാരിക്കുകയും അതുപോലെ കല്ല് കളിക്കുകയും കുഞ്ഞുങ്ങളൊക്കെ കക്ക് കളിക്കുകയും. അതാണ് ഇവിടെ വൈകുന്നേരം പ്രധാനമായിട്ട്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സമയം പോകണ്ടേ, അതിന് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ബീച്ചിലോട്ട് വന്നിങ്ങനെ ഇരിക്കും. ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഫുട്ബോൾ കളി, അങ്ങനെയാണ് അവർ സമയം ചിലവഴിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മൊബൈൽ വെച്ചിട്ടാണ് അവർ സമയം ചിലവഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ബീച്ചിൽ വന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എല്ലാ സ്ഥലവും കണ്ണ് കൊണ്ട് കാണുന്ന ഭംഗിയാണ്. ഈ ബീച്ചിന്റെ പേരെന്താണ്? ലൈഗൂൺ ബീച്ചോ? ലൈഗൂൺ ബീച്ച്. പക്ഷേ നമ്മൾ മറ്റേ നേരത്തെ പോയിടത്തെക്കാളും ഇവിടെ വേറെന്തോ ഒരു പ്രത്യേകത പോലെ ഒരു രസം പോലെ. ചില സ്ഥലം കാണുമ്പോഴത്തേക്ക് കടിച്ചില്ല, രസമുണ്ട് കാണാൻ, ഭംഗിയുണ്ട്. ഒന്നാട്ടണ്ണേ ദാണ്ട് ഇവിടെ നിൽക്കുന്നേ കുട്ടിക്കുരുന്നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച. മോന്റെ പേരെന്തുവാ? ഉമ്മു. അയ്യോ ചുണ്ടരിയാ. ഓ കൊള്ളാം, രസമുണ്ട്. ഇവിടെ എല്ലാരും വൈകുന്നേരം ആവുമ്പോ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നേ. താങ്ക്സ് കേട്ടോ. എത്രല്ല പഠിക്കുന്ന മോൻ? 2-ലാണോ? ഷോ എല്ലാം കൂട്ടുകാരാണോ? കളിച്ചോട്ടെ, കളിച്ച. അയ്യോ അവിടെ ഇട്. നാന്ന്. മോടെ പേരെന്തുവാ? ഫാത്തിമ. ബാ അതവിടെ ഇട്ടേ. ബാ അങ്ങോട്ട് പോവാ. നമ്മൾ കപ്പലിലാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഇവിടെയാണ് വന്ന് ഇറങ്ങുന്നത് കേട്ടോ, ഈ പാലത്തിലാണ് വന്ന് ഇറങ്ങുന്നത്. കപ്പലിലാണെങ്കിൽ 1 ദിവസം എടുക്കും. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ വന്നതുകൊണ്ട് 1.5 മണിക്കൂറല്ലേ എടുത്തത്, അത് 24 മണിക്കൂറാവും കപ്പലിൽ വരുമ്പോൾ. കടലിലോട്ടിട്ട് അണ്ണ അവന് പിടിയണ്ണേ. അണ്ണ പിന്നെ എവിടെ വരെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്? അവിടെ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകത? അത് ഞങ്ങള് കണ്ട്. മോനോട്ടല്ലേ ഒന്ന് പിടിച്ചോണ്ടേ, ഇറക്കല്ലേ. ഇവിടെയാണ് കപ്പൽ വന്ന് ഇറങ്ങുന്നത്. അതെന്തോ അണ്ണേ? അതെന്തോ അവിടെ? ഓ കണ്ട് കപ്പൽ വന്ന് തട്ടാതിരിക്കാൻ, ഇതിനകത്ത് തട്ടാതിരിക്കാൻ. കൊള്ളാം. കപ്പലിൽ വന്ന ഇവിടെ വന്ന് ഇറങ്ങുന്നത്. അതെ. ഓ അടിപൊളി. ദൂരം മീൻ. കാണാം. കുഞ്ഞു മീൻ, നെത്തോലി മീനോ? വലിയ മീനുണ്ടോ അണ്ണേ? ചില സമയത്ത്
മീൻ പിടിക്കുന്ന സ്ഥലം എവിടെയാണ്? സമയം കാണണോ? അടുത്ത ബീച്ച്. അങ്ങോട്ടുണ്ടാകാം. ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാ, പക്ഷെ അതിനു മുമ്പേ സൂര്യ അസ്തമിച്ചു പോയി അല്ലേ? ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് ബീച്ചാണിത്. അതെ, ഇന്ന് ഈ ബീച്ച് കൂടെ കഴിഞ്ഞാല് കഴിഞ്ഞു. ഇനി നമുക്ക് റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ചത്. സൺസെറ്റ് ഒന്നും ഇല്ല, എല്ലാം പോയി. അവിടെ എന്തോ കഴിക്കാനുണ്ട്. ആ ചായ കൊണ്ട് കഴിച്ചാലോ? ദേ നമ്മളുടെ പൊന്നു മല ഊഞ്ഞാലിൽ ആടുന്നു. ചായ കുടിക്കാം. മോനോട്ടനെ നീ ഊഞ്ഞാലി ഇരുത്താൻ പോവാ. നിക്ക് ഓരോരുത്തരെ ഇരുത്തു. രണ്ടുപേരെ ഇരുത്താൻ പറ്റുമെങ്കിൽ രണ്ടുപേരെ ഇരുത്തണേ. ഇതാണ് പ്രശ്നം, നമുക്ക് ഒരാളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇനി അക്കച്ചിയെ പുറകെ ഇരുത്ത്. ഒരാളെയും കൂടി ഇരിക്കാം. പോന്നു ഇപ്പൊ ഇരുട്ടും. വേഗം വേഗം മോൻകുട്ടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അക്കച്ചിയും കൂടി ഇരുത്തടി. അത്രേ ഉള്ളു കാര്യം. മോനുട്ടാ രസമുണ്ടോ? എനിക്കും ആടണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനായി കയറ് പൊട്ടും. അണ്ണൻ പറയാം ആന കയറി കയറ് പൊട്ടും, കയറിന് കട്ടിയില്ലത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു. അവരാടിക്കോട്ടെ. അപ്പം നമ്മളിതേ തിരിച്ച് പോകാൻ നേരത്തേക്ക് അവിടെ ഒരു കട കണ്ടു കേട്ടോ. ഇവിടെ കടയൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പം ഞാൻ വിചാരിച്ചു മോനുകുട്ടനെ ഈ നിക്കർ പോലെ എന്തെങ്കിലും മേടിക്കാം. അവൻ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോഴേ നിക്കർ പോലെ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അങ്ങനെ മോനുകുട്ടൻ ഒരു ഷോർട്ട് ജീൻസിൻ്റെ നിക്കറേ അവിടെ ഉള്ളായിരുന്നു. ഒരുപാട് തുണികളൊന്നും ഇല്ല കേട്ടോ, അവിടെ ഉള്ള തുണികളെ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു കുട്ടി നിക്കറും വാങ്ങിച്ചു. പിന്നെ ഇതുപോലെ സാധാ സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റ് വാങ്ങിച്ചു. അല്ലാതെ ജീൻസിൻ്റെ പാൻറ്റൊക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ട്. ഇനി അവന് മണ്ണിലും വെള്ളത്തിലൊക്കെ കളിക്കാനുള്ളതല്ലേ. അത് കഴിഞ്ഞ് അണ്ണൻ ഒരു തൊപ്പിയും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കറക്റ്റ് സമയത്ത് നമുക്കിവിടെ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിശക്കൂലേ. അങ്ങനെ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റും ബിസ്ക്കറ്റ് കേക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ റൂമിൽ ചെന്നപ്പോൾ ഫുഡായി എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനും അണ്ണനും ഫ്രഷ് ആയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിയും ഈ മീൻ ചാറായിരുന്നു കേട്ടോ. ഇവിടെ കൂടുതലും മീനാണല്ലോ കിട്ടുന്നത്. മീനിൻ്റെ ചാറായിരുന്നു, കറിയിൽ കഷ്ണമൊന്നുമില്ലായിരുന്നു. അതിന് പകരം നമുക്ക് ഫ്രൈ ഉണ്ടായിരുന്നു. അയല ഫ്രൈ ഓരോ കഷ്ണം വറുത്തതുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു. പിന്നെ കറിയും കൊള്ളായിരുന്നു. കഷ്ണമില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങ അരച്ച കറിയായിരുന്നു. മോനുകുട്ടനും പൊന്നൂസിനും കടലിൽ ചാടിയതും ബഹളം വെച്ചതിൻ്റെയൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കളിച്ചതിൻ്റെ. അതുകൊണ്ട് 2-3 ചപ്പാത്തി കഴിച്ചു രണ്ടുപേരും. അങ്ങനെ വയറൊക്കെ ഡുമ്മെന്നായി. അങ്ങനെ മുത്തുമണി ഫുഡൊക്കെ കഴിച്ച് വയറ് ഡുമ്മെന്നിരിക്കുവാണ്. അപ്പം എന്താ പറയാ, ലക്ഷദ്വീപ് നമ്മളൊന്നും പ്രതീക്ഷിച്ച് വരാൻ പാടില്ല. ഇവിടെ ഉള്ളതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. പിന്നെ ഒരു സന്തോഷമുണ്ട് എന്തായാലും എല്ലാം കാണുമ്പോൾ. പിന്നെ നല്ല മനുഷ്യരാണ് കേട്ടോ. പിന്നെ കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകളൊക്കെ തന്നെ. പിന്നെ നല്ല ആൾക്കാരാണ്. തന്നെയാണ് പള്ളിയിലൊക്കെ പോയി ഫുഡ് കഴിച്ചപ്പോൾ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അതിലൊരു സന്തോഷമുണ്ട്. അതെല്ലാവരുടെ മുഖത്തും എപ്പോഴും നമ്മൾ അറിയത്തില്ലെങ്കിലും നല്ല പുഞ്ചിരി, അതൊരു സന്തോഷമാണ്. അപ്പൊ നാളെ ഇനി ബാക്കി ആക്ടിവിറ്റീസും ഗെയിമും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ അങ്ങനാണെങ്കിൽ ഒരുപാട് ലോങ് ആയി. എന്തിനാണ് അതെ, നമുക്ക് ഓരോ ദിവസം എടുക്കാം, അതാണ് നല്ലത്. പിന്നത്തെ ഇവിടെ അങ്ങ് കഴിയട്ടെ. നാളത്തെ ലക്ഷദ്വീപിലെ നാളെ കൺവെൻഷൻ